ഇപ്പോൾ ഇതറിഞ്ഞപ്പോഴത്തേക്ക് അർജുനൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട, വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു. ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത. ഇതാണ് മട്ടാഞ്ചേരി പാലസ്. ഇത് 16-ാം നൂറ്റാണ്ടിൽ അത് യൂറോപ്യൻസ് വന്നതിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു നിർമ്മിതി എന്ന് കരുതപ്പെടുന്നത് സാഞ്ചിയിലെ സ്തൂപത്തോട് ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ്. ഇത് ശ്രീമദ് ഭഗവത്ഗീത പച്ചത്തെറിയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഉറച്ച നിർമ്മാണം 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ചെയ്തത് എന്നൊക്കെ വെളിവില്ലാതെ വിളിച്ചുകൂവി സ്വന്തം രാജ്യത്തെ അപഹസിക്കാൻ ശ്രമിക്കുന്ന എസൻസിൻ്റെ മാക്രികൾക്കും ആർഷഭാരത സംസ്കാരത്തെ ആഭാസമെന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും ചില വിദേശികൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാന തെളിവ് മറ്റൊന്നുമല്ല. ലോകം അക്ഷരങ്ങളും അക്കങ്ങളും ഉച്ചരിച്ചു തുടങ്ങും മുമ്പേ വിശ്വ സർവകലാശാലകൾ സ്ഥാപിച്ച പൈതൃകമാണ് നമ്മുടേത്. പൗരാണിക ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനങ്ങളിലൊന്ന് വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും ഗോപുരങ്ങളായി തലയുയർത്തി നിന്നിരുന്ന ഭാരതത്തിൻ്റെ സർവകലാശാലകളായിരുന്നു. എല്ലാ വിഷയങ്ങളിലും ജ്ഞാനമുള്ള അധ്യാപകരും അത്യപൂർവങ്ങളായ പുസ്തകങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികളും സന്ദർശകരും അങ്ങനെ എല്ലാം ചേർന്ന് അറിവിൻ്റെ ദീപങ്ങളായിരുന്നു ഭാരതം ഇവിടെ നിന്ന് പകർന്നു നൽകിയിരുന്നത്. നളന്ദയും തക്ഷശിലയും മിഥിലയും തെൽഹാരയും ശാരദാപീഠം സർവകലാശാലയും എല്ലാം നമ്മുടെ പൈതൃക സ്വത്തുക്കളായിരുന്നു. ഇന്നത്തെ കാലത്തെ എൻട്രൻസ് പരീക്ഷ പോലെ ഇവിടെ പ്രവേശനം കിട്ടാൻ ദൂരദേശത്ത് നിന്ന് വരുന്നവർക്ക് പോലും പ്രവേശന പരീക്ഷ ജയിക്കണമായിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് നളന്ദ സർവകലാശാല ജന്മമെടുക്കുന്നത്. ബീഹാറിൽ പാറ്റ്നയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഏകദേശം 95 കിലോമീറ്റർ അകലെയാണ് ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാലയായ നളന്ദ സ്ഥിതി ചെയ്തിരുന്നത്. അതീവ ബൃഹത്തായ ഈ സർവകലാശാല AD 427 മുതൽ 1197 വരെയുള്ള 800 വർഷത്തോളം കാലം ലോകമാകെയുള്ള വിദ്യാർത്ഥികൾക്ക് പുണ്യഭൂമിയായി നിലകൊണ്ടിരുന്നു. നളക്ക് എന്നീ പാലി ശബ്ദങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നളന്ദ എന്ന വാക്കിന് ജ്ഞാനം നൽകുന്നത് എന്നാണ് അർത്ഥം. 7-ാം നൂറ്റാണ്ടിൽ ഹർഷവർദ്ധനൻ്റെ കാലത്ത് നളന്ദ സന്ദർശിച്ച് ഇവിടെ താമസിക്കുകയും അധ്യയനം ചെയ്യുകയും ചെയ്ത ചൈനീസ് സഞ്ചാരിയായ ഹ്യുയാൻസാങ് നളന്ദയുടെ പ്രഭാവത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അത്യധികം കഴിവും ബുദ്ധിശക്തിയുമുള്ളവരായിരുന്നു ഇവിടുത്തെ അധ്യാപകർ. അവർ സംസ്കൃതത്തിൽ അഗ്രഗണ്യരായിരുന്നു. അവിടെ ഹൈന്ദവ ബുദ്ധമതങ്ങളെക്കുറിച്ച് വലിയൊരു പഠനം കാണാൻ കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു വലിയ സർവകലാശാലയുള്ള ഒരു രാജ്യം ലോകത്തിൻ്റെ നെറുകയിലെത്തുന്ന കാലം വിദൂരമല്ല. ഹ്യുയാൻസാങ്ങിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. കർശനമായ നിയമങ്ങളായിരുന്നു ഇവിടെ നടപ്പിലാക്കിയിരുന്നത്. ഏവരും അത് പാലിച്ചു പോന്നിരുന്നു. പകൽ സമയം മുഴുവനും ചർച്ചകൾ നടന്നിരുന്നു. ചെറുപ്പക്കാരും മുതിർന്നവരും പരസ്പരം സഹായിച്ചിരുന്നു. വിവിധ നഗരങ്ങളിൽ നിന്നുള്ള അഭ്യസ്തവിദ്യരായ ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിന് പോലും നളന്ദയിലെത്തിയിരുന്നു. പുതിയ ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നതിന് മുമ്പ് കാവൽക്കാരൻ ചില വിഷമകരമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് ഉത്തരം നൽകാൻ സാധിക്കുന്നവരെ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. ഒരു വലിയ കവാടമുള്ളതും ഉയർന്ന മതിലുകൾ കെട്ടി വേർതിരിച്ചതുമായിരുന്നു സർവകലാശാലയുടെ പറമ്പ്. ആയിരക്കണക്കിന് സംസ്കൃത ഗ്രന്ഥങ്ങളുണ്ടായിരുന്ന ഗ്രന്ഥശാല 9 നില കെട്ടിടത്തിലായിരുന്നു നിലനിന്നിരുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് രാജ്യത്തെ ആദ്യത്തെ നിർമ്മാണം ഉണ്ടായിരുന്നതൊക്കെ പറയുന്ന എസൻസുകാർ ഇത് കേൾക്കണം. AD 427 9 നില കെട്ടിടമുണ്ടായിരുന്ന ഗ്രന്ഥശാല നളന്ദ സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. 100 പ്രഭാഷണശാലകളുണ്ടായിരുന്ന നളന്ദയിൽ ഏതാണ്ട് 10,000 വിദ്യാർത്ഥികൾ ഒരേ സമയം പഠിച്ചിരുന്നു. 12 വർഷത്തെ പാഠ്യപദ്ധതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമായിരുന്നു. സർവകലാശാലയുടെ പ്രവർത്തനത്തിന് 100ഓളം ഗ്രാമങ്ങളിൽ നിന്ന് സർവകലാശാലയ്ക്ക് ധനസഹായം ലഭിച്ചിരുന്നു. അത്യപൂർവമായ പുസ്തകങ്ങളും കൈയെഴുത്ത് പ്രതികളും താളിയോലകളും എല്ലാം അടങ്ങിയ ഇവിടുത്തെ ലൈബ്രറി ലോകപ്രസിദ്ധമായിരുന്നു. 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കായി 100 പ്രഭാഷണശാലകളും ഇവിടെ ഉണ്ടായിരുന്നു. 800 വർഷത്തെ നളന്ദയുടെ ചരിത്രത്തിനിടയിൽ 3 തവണയാണ് ഈ സർവകലാശാല ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യം ഹൂണന്മാരുടെ ആക്രമണത്തിൽ നിന്ന് സ്കന്ദഗുപ്തൻ്റെ പിൻതലമുറയും രണ്ടാമത് ഗൗഡകളുടെ ആക്രമണത്തിൽ നിന്ന് ഹർഷവർദ്ധനനും നളന്ദയുടെ വിപുലമായ ഗ്രന്ഥാലയത്തെ വീണ്ടെടുത്തു. പക്ഷേ മൂന്നാമതുണ്ടായ ഇസ്ലാമിക ആക്രമണത്തെ അതിജീവിക്കാൻ നളന്ദയ്ക്ക് കഴിഞ്ഞില്ല. കാരണം ആ ആക്രമണം ഉന്നം വെച്ചത് നമ്മുടെ സംസ്കൃതിയുടെ സർവനാശമായിരുന്നു. അറിവാണ് ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ നട്ടെല്ലെന്ന് തിരിച്ചറിഞ്ഞ കുത്തബ്ദീൻ ഐബക്കിൻ്റെ സൈന്യാധിപന്മാരിൽ ഒരാളായ മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജിയാണ് 1193 നളന്ദയെ തകർത്ത് നാമാവശേഷമാക്കിയത്. 16 തവണ ആക്രമിച്ചപ്പോഴും മാപ്പപേക്ഷിച്ചതിൻ്റെ പേരിൽ ജീവൻ തിരിച്ചു കിട്ടിയ മുഹമ്മദ് ഘോറി തൻ്റെ 17ാമത്തെ ആക്രമണത്തിൽ ചതിയിലൂടെ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയാണ് തൻ്റെ സാമ്രാജ്യം ഡൽഹിയിൽ സ്ഥാപിക്കുന്നത്. അതിനുശേഷം മുഹമ്മദ് ഘോറി കുത്തബ്ദീൻ ഐബക്കിനെ ഡൽഹിയുടെ സുൽത്താനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡൽഹിയുടെ സുൽത്താനായി അവരോധിതനായെങ്കിലും കുത്തബ്ദീൻ അതിൽ സന്തോഷവാനായിരുന്നില്ല. മറ്റിടങ്ങളും കൈയടക്കാൻ കുത്തബ്ദീൻ തൻ്റെ സൈന്യാധിപനായ ബക്തിയാർ ഖിൽജിയെ ചുമതലപ്പെടുത്തി. ഖിൽജി തൻ്റെ സുൽത്താൻ്റെ ആജ്ഞ അനുസരിച്ച് ബംഗാളിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് മാർച്ച് ചെയ്തു. തൻ്റെ സൈന്യത്തിൻ്റെ ബാഹുല്യം കാരണം ഖിൽജിക്ക് കാര്യങ്ങൾ അനായാസമായിരുന്നു. ഗംഗാനദിയുടെ തീരത്തുകൂടി ആ സൈന്യത്തെ ഉപയോഗിച്ച് ആ മേഖലകളെല്ലാം ആക്രമിച്ച് കീഴടക്കി ഇന്ന് ബീഹാർ എന്നറിയപ്പെടുന്ന
അന്നത്തെ മഗധ എന്ന സ്ഥലത്ത് എത്തുകയും അവിടെ നളന്ദ സർവകലാശാല അദ്ദേഹത്തിന് കാണാൻ കഴിയുകയും ചെയ്തു. ആ നിർമ്മാണം കണ്ട് അദ്ദേഹം സ്തംഭിച്ചു പോയെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഖിൽജി തൻ്റെ ഭടനായ അഹമ്മദിനെ ഏൽപ്പിച്ചു. അഹമ്മദ് അങ്ങനെ നളന്ദയുടെ കവാടത്തിലെത്തുകയും അവിടെ വെച്ച് ഒരു കാവൽക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. കാവൽക്കാരൻ ചോദിച്ച ചോദ്യങ്ങൾ അവിടേക്ക് സാധാരണ കടന്നു വരുന്ന അന്വേഷികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. മായ, ധർമ്മം, ദൈവം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. അതിനുത്തരം നൽകാൻ കഴിയാതെ ആ ഭടൻ തിരിച്ചു പോവുകയായിരുന്നു. ഖിൽജിയുടെ ഭടനായ അഹമ്മദ് തൻ്റെ സൈന്യാധിപനോട് അവിടെ നടന്ന കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഇത് ഖിൽജിയെ ചൊടിപ്പിക്കുകയും അദ്ദേഹം തന്നെ നേരിട്ട് സർവകലാശാലയുടെ കവാടത്തിലെത്തുകയും കാവൽക്കാരൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. ഉത്തരമില്ലാതിരുന്ന ഖിൽജി തൻ്റെ വാളുകൊണ്ട് കാവൽക്കാരൻ്റെ തലയിറത്താണ് ഉത്തരം കൊടുത്തത്. തൻ്റെ സേനയോട് സർവകലാശാല ആക്രമിക്കാനും അവിടെയുള്ള ഒരാളെപ്പോലും വെറുതെ വിടരുതെന്ന് ആക്രോശിക്കുകയും ചെയ്തു. ഇത് കേട്ട സൈനികർ തങ്ങളുടെ കടമ നിർവഹിക്കുകയും അവിടെയുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരു കരുണയുമില്ലാതെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. അവിടെയുള്ള മിക്കവാറും ആളുകൾ ബുദ്ധ ജൈന സന്യാസികളും വിദ്യാർത്ഥികളുമായതുകൊണ്ടും അവിടം പവിത്രമായ സ്ഥലമായതും ഖിൽജിക്ക് കാര്യങ്ങൾ വളരെ സുഗമമാക്കി കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിക്കും അധ്യാപകനും രക്ഷപ്പെടാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ഖിൽജിയും സൈന്യവും നളന്ദയിലെ ആ വലിയ പുസ്തകശാലയ്ക്ക് മുമ്പിലെത്തുകയും പുസ്തകശാലയിലെ ഒരു മുതിർന്ന സന്യാസി ഖിൽജിയോട് കരഞ്ഞപേക്ഷിക്കുകയും ചെയ്തു. പുസ്തകങ്ങൾ താങ്കളെ ഒന്നും ചെയ്യുകയില്ല, താങ്കൾ പുസ്തകശാലയെ ഒന്നും ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു, എന്നെ കൊന്നുകൊള്ളൂ എന്ന് ആ ബുദ്ധസന്യാസി ഈ സൈന്യാധിപനോട് പറഞ്ഞു എന്നാണ് ചരിത്രം. ആ അഭ്യർത്ഥന ചെവിക്കൊള്ളാതെ ഖിൽജി തൻ്റെ അനുയായികളോട് പുസ്തകശാലയ്ക്ക് തീവെക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ സ്വത്തായ ആ മഹത്തായ പുസ്തകശാല ചില കിരാതന്മാരുടെ കയ്യിലൂടെ കത്തി നശിച്ചു. ചരിത്രകാരന്മാർ പറയുന്നത് 3 മാസത്തോളം ആ പുസ്തകശാല നിന്ന് കത്തിയെന്നാണ്. മാനവശേഷിക്ക് ഉപകാരപ്പെടുമായിരുന്ന പല കണ്ടുപിടുത്തങ്ങളും പല രചനകളും അങ്ങനെ കത്തിച്ചാമ്പലായി. നാട് അറിവുകൾ കൊണ്ട് നേടിയെടുത്ത സംസ്കാരത്തിൽ നിന്നും പുരോഗതിയിൽ നിന്നും കാലങ്ങളോളം പിന്നിലേക്ക് പോകാൻ ഈ ദുരന്തം ഒരു കാരണമായി. പൗരാണിക ഭാരതത്തിൻ്റെ നഷ്ടപ്രതാപങ്ങൾ ഓരോന്നോരോന്നായി മോദി ഭരണകാലത്ത് വീണ്ടെടുക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം നളന്ദ സർവകലാശാല വീണ്ടും പഴയതിനേക്കാൾ കൂടുതൽ പ്രൗഢിയോടെ മനോഹാരിതയോടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് ഓരോ ഭാരതീയനും അഭിമാനമാകുന്നു. ഒപ്പം ഭാരത സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ മറ്റൊരു പര്യായം കൂടിയായി അത് മാറുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നശിപ്പിക്കപ്പെട്ട അറിവിൻ്റെ കേന്ദ്രം അതിൻ്റെ ഗതകാല പ്രൗഢിയോടെ പുനരുദ്ധരിക്കണമെന്ന സ്വപ്നം ആദ്യമായി കണ്ടത് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമായിരുന്നു. 2007 ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിലാണ് നളന്ദ സർവകലാശാലയുടെ പുനരുജ്ജീവനം എന്ന ആശയം ഉയർന്നു വന്നത്. അതിനുശേഷം സർവകലാശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് അനുവാദം നൽകുകയും 2010 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാവ് ശ്രീ അമർത്യ സെന്നിന് അതിൻ്റെ ചുമതലയും നൽകി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നളന്ദയിൽ താൽക്കാലിക ക്യാമ്പസിൽ ചില കോഴ്സുകളും തുടങ്ങി. പിന്നീട് 2014 സെപ്റ്റംബർ 1 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അധികാരമേറ്റതിനു ശേഷം നളന്ദ നവീകരണം എന്ന വലിയ പദ്ധതി പ്രഖ്യാപിച്ചു. അതേ മാസം തന്നെ നവീകരണത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം അന്നത്തെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ശ്രീമതി സുഷമ സ്വരാജ് നടത്തുകയും ചെയ്തു. 455 ഏക്കർ ഭൂമിയിലാണ് നളന്ദ പടുത്തുയർത്തിയത്. പ്രകൃതിയോട് പൂർണ്ണമായും ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ക്യാമ്പസിൽ 100 ഏക്കറിലധികം ജലാശയമാണ്. ഒരിക്കൽ ലോകത്തിനു മുന്നിൽ അറിവിൻ്റെ വെളിച്ചമായി തലയുയർത്തി നിന്ന ഒരു പൗരാണിക സ്മാരകം വീണ്ടും ഫിനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്നും ഇങ്ങനെ ഉദിച്ചുയർന്നു നിൽക്കുമ്പോൾ അഭിമാനം കൊണ്ട് ഓരോ ഭാരതീയൻ്റെയും ശിരസ് ഉയർന്നു നിൽക്കുന്നു. ഒരു അധിനിവേശ ശക്തിക്കും നശിപ്പിക്കാൻ കഴിയുന്നതല്ല ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരവും പൈതൃകവുമെന്ന് നളന്ദ ലോകത്തോട് മോദി ഭരണകാലത്ത് ഉറക്കെ വിളിച്ചു പറയുന്നു. ബീഹാറിലെ രാജ്ഗിറിൽ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും കിഴക്കൻ ഏഷ്യ ഉച്ചകോടി രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണമായാണ് സർവകലാശാല വിഭാവനം ചെയ്തിരിക്കുന്നത്. 17 രാജ്യങ്ങളിലെ മേധാവികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വസുധൈവ കുടുംബകം എന്ന ആശയത്തിന്റെ മികച്ച ഉദാഹരണമാണ് നളന്ദയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1900 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന 40 ക്ലാസ് മുറികളുള്ള 2 അക്കാദമിക് ബ്ലോക്കുകളോട് കൂടിയതാണ് പുതിയ ക്യാമ്പസ്. 300 സീറ്റുകൾ വീതമുള്ള 2 ഓഡിറ്റോറിയങ്ങൾ, 550ഓളം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ഹോസ്റ്റൽ, ഇന്റർനാഷണൽ സെന്റർ, 2000 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആംഫി തിയേറ്റർ, ഫാക്കൽറ്റി ക്ലബ്, സ്പോർട്സ് കോംപ്ലക്സ് ഉൾപ്പെടെ വിവിധ സൗകര്യങ്ങളോട് കൂടിയുള്ളതാണ് അത്യാധുനിക ക്യാമ്പസ്. നെറ്റ് സീറോ ഗ്രീൻ ക്യാമ്പസാണ് നളന്ദയിലേത്. സോളാർ പ്ലാന്റ്, ഗാർഹിക കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ്, മലിനജലം പുനരുപയോഗിക്കുന്നതിനുള്ള ജല പുനരുപയോഗ പ്ലാന്റ്, 100 ഏക്കർ ജലാശയങ്ങൾ കൂടാതെ മറ്റ് നിരവധി പരിസ്ഥിതി സൗഹൃദ സൗകര്യങ്ങൾ എന്നിവ സർവകലാശാലയുടെ സുസ്ഥിരതയുടെ ഭാഗമാണ്. 2016 നളന്ദയെ UN പൈതൃക കേന്ദ്രവുമായി പ്രഖ്യാപിച്ചിരുന്നു.